വെറുതെ കളയുന്ന സാധനം കൊണ്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അതിനായിട്ട് നമ്മുടെ കയ്യിൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പഴയ നൈറ്റിയാണ്. പിന്നെ കുറച്ച് പഴയ സാരിയുടെ കോട്ടൺ സാരികൾ കളയാൻ പാകമായിട്ടുള്ള രീതിയിലുള്ള ഒരു വിധം പഴക്കത്തിലൊക്കെ ആയിട്ടുള്ള കുറച്ച് സാരിയും ഒക്കെയാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത്. പിന്നെ നൈറ്റി അധികം അത്ര പഴകിയതായിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിൽ ഒരു പഴക്കമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റീയൂസ് ഐഡിയാസ് ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിനകത്ത് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, വീട്ടിലെ ആവശ്യങ്ങൾക്കും ചെയ്യാം. ഇതല്ലാതെ തന്നെ നമ്മളൊരു ബിസിനസ് ലെവലിൽ ചെയ്തിട്ട് സാമ്പത്തികം ഉണ്ടാക്കിയെടുക്കാനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ഒരുപാട് പേര് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് ചവിട്ടികളൊക്കെ നിർമ്മിച്ചിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നൈറ്റിയുടെ താഴെ ഭാഗത്ത് നിന്നാണ് എടുക്കുന്നത് കേട്ടോ, മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു വീതി കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഉള്ളിലേക്ക് വേണ്ടുന്ന ഒരു പഴയ സാരിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വീതി കുറഞ്ഞ രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു 9.5 ഇഞ്ചിൻ്റെ ഒരു രീതിയിലാണ് സാരി. ഒരുപാട് ഫോൾഡായിട്ട് കോട്ടൺ സാരിയാണ് കേട്ടോ, നല്ലോണം വെള്ളമൊക്കെ വലിച്ചെടുക്കുന്ന പോലത്തെ കോട്ടൺ സാരിയാണ് ഉള്ളിലേക്ക് വെക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു മടക്കിനനുസരിച്ച് വെച്ചിരിക്കുമ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് അതിനുള്ളിൽ വെക്കുന്നതിനേക്കാൾ പ്ലസ് എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗത്തുനിന്ന് അവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 ഇഞ്ച് കൂടുതലിട്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗത്ത് വേറെ എക്സ്ട്രാ നമുക്കൊരു പൈപ്പിംഗ് വെക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് സെൻറ്ററിലോട്ട് വരുന്ന രീതിയിലാക്കി വയ്ക്കും. അതിൻ്റെ ഉള്ളിൽ സാരിയുടെ സെൻറ്ററിൽ വെച്ച ശേഷം സൈഡ് ഭാഗം നമുക്ക് 2 പ്രാവശ്യം മടക്കിയടിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പൈപ്പിങ്ങിൻ്റെ ആവശ്യം വരില്ല. അല്ല, ശരിക്കും നമുക്ക് ഉള്ളിൽ വെക്കുന്ന അതേ വീതി തന്നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ പൈപ്പിങ്ങിൻ്റെ ആവശ്യം വരും. മാത്രമല്ല ആ സൈഡ് ഭാഗം നമുക്ക് കട്ടി കൂടുതലായി വരും. കട്ടി കൂടുതൽ വരുമ്പോൾ നമുക്ക് ചില സിംഗിൾ മെഷീനൊക്കെ ആണെങ്കിൽ തയ്ക്കാൻ നല്ല സ്ട്രഗിൾസ് എടുക്കും കേട്ടോ. ഡബിൾ മെഷീനിലും പിന്നെ ഇൻഡസ്ട്രിയൽ മെഷീനിലൊക്കെ തയ്ക്കുമ്പോൾ ഒക്കെ ജാക്കൊക്കെ പോലത്തെ മെഷീനിലൊക്കെ തയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഫാസ്റ്റായിട്ടൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ. സാധാരണ സിംഗിൾ മെഷീനൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ ഇത്ര കട്ടി കൂടുമ്പോൾ ഒത്തിരി പ്രയാസം ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ തയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി വല്ലാണ്ട് കൂടുമ്പോൾ നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നതിനനുസരിച്ച് കാരണം കുറച്ചെന്ന രീതിയിലുള്ള ചവിട്ടികൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ഫുള്ളും കുറച്ചധികം ലെയറിൽ അതിൻ്റെ കട്ടിക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിത് സെൻറ്ററിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ നമുക്ക് 2 പ്രാവശ്യം മടക്കി അടിക്കാനുള്ള സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡ് നമുക്ക് മടക്കി അടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല. ഈ ഒരു രീതിക്ക് ചെയ്താലാണ് കേട്ടോ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കുള്ളൂ. അല്ല, നമുക്ക് ഇതേ 4 ഭാഗം ഒരേ രീതിക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രഗിളാണ്. സൈഡ് നമ്മൾ പൈപ്പിങ് വെക്കാനും ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ചില മെഷീനിൽ നല്ല സ്ട്രഗിൾസാണ് അത് ചെയ്തെടുത്തെടുക്കാനായിട്ട്. കുറച്ച് വലിയ മെഷീനിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. കുറച്ച് കട്ടി കൂടിയാലും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. നമ്മുടെ മെഷീനിൽ അത്രയ്ക്കും അത്യാവശ്യം കട്ടിക്കൊക്കെ തയ്ക്കാൻ പറ്റും കേട്ടോ. സിംഗിൾ മെഷീനിലാണെങ്കിൽ ഒത്തിരി കുറച്ച് സ്ട്രഗിളാണ് തയ്ച്ചെടുക്കാനായിട്ട്. നമ്മളൊരു ഐഡിയ പറഞ്ഞു തരാം. നമുക്ക് ഇങ്ങനെ കുറച്ച് കട്ടി കൂടുതലുള്ള തുണി തയ്ക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ആ ഫൂട്ടിൻ്റെ ഭാഗത്തുണ്ടല്ലോ, നീഡിൽ ബാറിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ട് ആക്കി കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് പറഞ്ഞത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഏകദേശം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയ തയ്ക്കുന്നതിനെ കുറിച്ച് അറിയണമെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് ചെറുതായിട്ടൊന്ന് പൊക്കി വെക്കാൻ പറ്റും. ആ ഫൂട്ടൊന്ന് ചെറുതായിട്ട് പൊക്കി വയ്ക്കാം. നീഡിൽ ബാറിൻ്റെ ആ ഫൂട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഒരനക്ക ഗ്യാപ്പ് കൂട്ടി വയ്ക്കാൻ പറ്റും, പൊക്കം കൂട്ടി വയ്ക്കാൻ പറ്റും. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ക്ലോത്ത് ഇതിൻ്റെ അടിയിൽ വെക്കാൻ പറ്റും. നീഡിൽ പ്ലേറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ തുണികൾ വയ്ക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കുറച്ച് കൂടുതൽ ക്ലോത്ത് കട്ടിക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ചെറിയ രീതിയിൽ മെഷീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അറിയാത്തവരാണെങ്കിൽ അതൊന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മെഷീനിൽ ചില ഭാഗങ്ങൾ അനക്കാൻ പറ്റുമ്പോൾ പിന്നീട് അതൊരു ബുദ്ധിമുട്ട് വരും. കുറച്ചൊക്കെ മെഷീൻ ഉപയോഗിച്ച് പരിചയമുള്ളവരാണെങ്കിൽ ചെറിയ രീതിയിൽ അത് നമുക്കൊന്ന് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കട്ടിക്കുള്ള തുണി ക്ലോത്തൊക്കെ മൂവ് ചെയ്യാനും അത്രയും കട്ടിയുള്ള സാധനങ്ങൾ തയ്ക്കാനും പറ്റും. പിന്നെ നമ്മളത് നീഡിലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്ത് നീഡിലാണ് കട്ടി കൂടുമ്പോൾ ഇടേണ്ടത് നമ്മൾ സൂചികൾ, വ്യത്യസ്ത തരം സൂചികൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കട്ടി കൂടുതലുള്ള തുണിക്ക് എത്ര നമ്പർ സൂചി വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അതിനകത്ത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്രകാരം ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇതിനകത്ത് മുകൾ ഭാഗത്ത് ബാലൻസ് വരുന്ന തുണി വെച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം കൂടി കളയാനുണ്ടല്ലോ, അതും നമുക്ക് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ളൊരു സാധനം
ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് എടുക്കുന്നത് മുകൾ ഭാഗത്തുണ്ടല്ലോ എന്തായാലും ആ ഭാഗം കളയാണല്ലോ ചെയ്യുക കൂടുതൽ. അപ്പോൾ സിബിൻ്റെ വേനൻ്റെ അപ്പുറത്തെ സൈഡ് ഭാഗം ഇപ്പുറത്തെ സൈഡ് ഭാഗം കിട്ടില്ല, ബാക്ക് ഭാഗത്ത് ഉള്ള ഭാഗം കിട്ടില്ല. അപ്പോൾ ആ ഭാഗം വെച്ചിട്ട് നമ്മൾ കുറച്ച് കളയാണ്ട് തന്നെ ആ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മേടിക്കാനും കിട്ടും. കടകളിലൊക്കെ മേടിക്കുമ്പോൾ നല്ലൊരു റേറ്റൊക്കെ വാങ്ങിക്കും കേട്ടോ. ഇതൊക്കെ മേടിക്കാനൊക്കെ കിട്ടുന്നതാണ്. ഇതിനെ പറയും നമ്മൾ പോട്ട് ഹോൾഡർ എന്നൊക്കെ പറയും. നമുക്ക് വീട്ടിൽ പാത്രങ്ങളൊക്കെ പിടിക്കാൻ, കിച്ചണിലെ പാത്രങ്ങളൊക്കെ പിടിക്കാനായിട്ട് ചില ഇതിന് പിടുത്തമുള്ളതൊക്കെ ഉണ്ടായിരിക്കും. പിടുത്തമുള്ളതാണെങ്കിലും ചിലത് ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ പിടുത്തമുണ്ടെങ്കിലും ഹീറ്റ് ഉണ്ടായിരിക്കും. നമുക്ക് പിടിക്കുമ്പോൾ ചൂട് ഇല്ലാത്ത രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി. പിന്നെ അങ്ങനെ അല്ലാത്ത സാധാരണ അലുമിനിയം പാത്രങ്ങൾ, അതുപോലെ ഇൻഡാലിയം പാത്രമൊക്കെ പിടിക്കാനായിട്ടൊക്കെയും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു സംഭവം ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ അത് സർക്കിൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ട്രിക്ക് യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്ത സർക്കിൾ കറക്റ്റ് ആക്കാൻ എളുപ്പമാണ്. അത് നമുക്ക് ആ സൈഡിൽ നിന്ന് എത്രത്തോളം ഏകദേശം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന പോട്ട് ഹോൾഡറിന് പിടിക്കാൻ പറ്റാവുന്ന ഒരു വീതി റൗണ്ട് കിട്ടുമോ എന്ന് നോക്കിയതാണ് കേട്ടോ. നമുക്കത് ഒരു 5 മോഡലിൽ ഞാൻ പോട്ട് ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പ്ലേലിസ്റ്റ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല, അല്ലാത്ത വീഡിയോസാണ്. പ്ലേലിസ്റ്റ് ചെയ്ത് വെക്കാത്ത വീഡിയോസിൽ പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ 5 മോഡലിൽ പോട്ട് ഹോൾഡേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ അത് കണ്ടു നോക്കി നോക്കുക. ഇതിപ്പോൾ സാധാരണ നോർമലാണ് കേട്ടോ ചെയ്യുന്നത്. വളരെ സിമ്പിളായ സംഭവം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നിന്ന് സൈഡ് ഭാഗത്ത് നിന്നുള്ളത് കളയേണ്ട വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വെക്കാനുള്ള പൈപ്പിംഗ് ആണ് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കോൺ പോലെ ഒന്ന് ഷേപ്പാക്കി എടുത്ത ശേഷം ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ ഈ ഒരു സർക്കിളിൻ്റെ വീതിക്കനുസരിച്ച് ഉള്ള 2 കഷ്ണം ക്ലോത്ത് എടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ പറഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ 2 നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്, അത് എക്സ്ട്രാ കൂടുതലായിട്ട് വന്നു. നമ്മളത് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്തെടുക്കാമെന്നുള്ള രീതിയിലാണ് എടുത്ത് വെച്ചത് കേട്ടോ. 2 ഇപ്പോൾ തികഞ്ഞിരിക്കണോ എന്ന് വിചാരിച്ചിട്ട് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ സർക്കിളിന് കിട്ടി കഴിഞ്ഞു കേട്ടോ. നമുക്ക് ചെയ്ത് വന്നപ്പോൾ തികഞ്ഞ് വന്നായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മളതിനകത്തേക്ക് എന്താ പറയുക, കുറച്ചും കൂടി മെറ്റീരിയൽ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ എടുത്ത നമ്മൾ എന്താ പറയുക മുകൾ ഭാഗത്തു നിന്നാണല്ലോ നമ്മൾ എടുത്തത്. ആ ഭാഗത്തു നിന്ന് അല്ലാണ്ട് എക്സ്ട്രാ നമ്മൾ കുറച്ചും കൂടിയും ക്ലോത്തും കൂടിയും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ചൂടാവാതിരിക്കണമല്ലോ. പാത്രം പിടിക്കുമ്പോൾ നല്ല ചൂടുള്ള പാത്രം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈക്ക് ചൂട് വരാതിരിക്കാൻ കുറച്ചും കൂടിയും കട്ടി കൂട്ടണം. അതല്ലാണ്ട് നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ട് 4 ലെയറിലാണ് ഇപ്പോൾ നമ്മളിത് വെറുതെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കുറേ ലെയേഴ്സും കൂടി നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കുറച്ചധികം ലെയേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂടുതൽ കട്ടിക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ കട്ടിക്ക് ആക്കുന്നതാണ്. പോട്ട് ഹോൾഡർ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കട്ടി തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവുള്ളൂ. നമുക്ക് ചൂട് എടുക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ, കൈമേക്ക് വരാതിരിക്കുള്ളൂ. പിന്നെ ഇത് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അടുക്കള എപ്പോഴും ക്ലീനായിരിക്കും, വൃത്തിയായിരിക്കും, നീറ്റായിരിക്കും. പിന്നെ കൈക്കലാന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ വീടുകളിൽ കുറേ തുണികളൊക്കെ വലിച്ച് വാരിടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അടുക്കള കാണുമ്പോൾ വൃത്തി ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ആവശ്യത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് നാളൊക്കെ കൂടുമ്പോൾ മാത്രം നമുക്കിത് കഴുകേണ്ട ആവശ്യം വരില്ല. എന്നൊന്നും കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു പർപ്പസിന് മാത്രം ഉപയോഗിക്കുന്ന ഇതായതുകൊണ്ട് നമുക്ക് അതിന് മാത്രമായിട്ട് എടുക്കാവുന്നതുകൊണ്ട് നമുക്കത് കൂടുതൽ കാലം ഉപയോഗിച്ച ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് കഴുകിയാൽ മതി എന്നൊരു അവസ്ഥയും കൂടി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾക്ക് ഇതിൽ ഡോർമാറ്റിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈനൊക്കെ കൊടുക്കണം കേട്ടോ. വെറുതെ നമ്മൾ ഉള്ളിൽ ക്ലോത്ത് വെച്ചതുകൊണ്ട് ആ ക്ലോത്ത് അങ്ങനെ തന്നെ ഇരിക്കത്തില്ല. അങ്ങനെ ഇരിക്കില്ല എന്ന് മാത്രം നമ്മളിങ്ങനെ കാലുകൊണ്ട് ചവിട്ടുമ്പോൾ ഇളകുമല്ലോ. അത് നമുക്ക് അതിനകത്ത് അനക്കം തട്ടുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. അപ്പോൾ അത് ഒരു പെർഫെക്ഷൻ കുറയും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് നമ്മൾ സൈഡിലോട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് നിശ്ചിത വീതിക്കനുസരിച്ച് ഏകദേശം ഒരേ വീതിക്കനുസരിച്ച് ഒരേ രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതേപോലെ ഭംഗി വരുന്നത്.
നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി ഉള്ളിൽ നല്ല കോട്ടൻ്റെ സാരികളാണ് കുത്തി വെച്ചിരിക്കുന്നത്, നിറച്ച് വെച്ചിരിക്കുന്നത്. ലെയറായിട്ട് മടക്കി മടക്കിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. സൈഡ് ഭാഗം ഈ തുണിയുടെ സൈഡ് തന്നെ വെച്ചിട്ട് തന്നെയാണ് മടക്കി അടിച്ചേക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പ്രാണികളൊന്നും കയറിയിരിക്കില്ല. നല്ല ഫിനിഷിംഗ് ആണ്, സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ആണ്. പിന്നെ ഇത് നല്ല ഡിസൈനും ഉള്ള തുണിയായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഫുൾ 100% കോട്ടൺ തുണിയാണ്, നൈറ്റിയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് മുകൾ ഭാഗത്തേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതും നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. സൈഡ് ഫുള്ള് ക്ലോസ് ചെയ്തതുകൊണ്ട് തന്നെ അതിനകത്ത് വല്ല പ്രാണിയോ ഒന്നും കയറിയിരിക്കുകയൊന്നുമില്ല. അങ്ങനത്തെ രീതിയിലല്ല, നല്ല ഫിനിഷിങ്ങാണ്. മുകൾ ഭാഗവും താഴ്ഭാഗമൊക്കെ നല്ല ഫിനിഷിങ്ങാണ്, സൈഡും ഫിനിഷിങ്ങാണ്, നല്ല വൃത്തിക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ക്ലോത്ത് ആണല്ലോ. അപ്പോൾ നമുക്കത് കഴുകി ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഡോർമാറ്റാണ് കേട്ടോ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ ഒരു പോട്ട് ഹോൾഡറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ സർക്കിൾ ഉണ്ടാക്കിയ ശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിന് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അല്ല എങ്കിൽ നമുക്ക് ഈ ലെയറൊക്കെ അങ്ങോട്ടും കൂടി നീങ്ങിപ്പോകില്ല. അപ്പോൾ നമുക്ക് ചുറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു റൗണ്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ലെയറും അതിനകത്ത് പെടുന്നു എന്ന രീതിയിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മളിത് സൈഡ് ഫുൾ സർക്കിൾ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ചെയ്താലാണ് നമുക്കത് അപ്പുറത്തോട്ട് മറിച്ചിടുമ്പോൾ അത് ഫിനിഷിങ്ങിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് മറിച്ചിടാനും ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കട്ട് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. കൂടുതൽ ക്ലോത്തിന് കട്ടി കൂടുതലായതുകൊണ്ടേ ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത ശേഷം അപ്പുറത്തേക്ക് മടക്കി അടിച്ചു കേട്ടോ. എത്രയും നമുക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഇതും നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നടു മടക്കിയ ശേഷം രീതിയിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ.